നമസ്കാരം. മിഷൻ ടെക് സെൻ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ടോപ്പിക് എഞ്ചിൻ ടെർമിനോളജിയാണ്. ഇതുമായി ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനർജി കൺവേർഷൻ ഹീറ്റ് എഞ്ചിൻസ്. ഹീറ്റ് എഞ്ചിൻസിൽ നടക്കുന്ന എനർജി കൈമാറ്റം ഏതാണെന്നാണ്. നമുക്കറിയാം, ഫ്യൂവൽ ബേൺ ചെയ്തല്ലേ കമ്പസ്റ്റൻ്റെ ഫലമായിട്ടാണ് ഒരു എഞ്ചിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റായ ഫ്ലൈ വീലിൽ, ക്രാങ്ക് ഷാഫ്റ്റ് വഴി ഫ്ലൈ വീലിൽ എനർജി സപ്ലൈ ചെയ്യപ്പെടുന്നത്. അവിടെ എഞ്ചിനുള്ളിൽ ഫ്യൂവൽ കത്തി മെക്കാനിക്കൽ എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. അതിനാൽ അതിൻ്റെ ആൻസർ എന്നുള്ളത് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. ഇവിടെ ഹീറ്റ് എനർജിക്ക് പകരം നൽകിയിട്ടുള്ളത് തെർമൽ എനർജി എന്നാണ്. തെർമൽ എനർജി എന്നുള്ളത് ഹീറ്റ് എനർജിക്ക് തുല്യമാണ്. അതുകൊണ്ട് ആൻസർ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ വാസ് മെയ്ഡ് ഇൻ 1769 ബൈ. ആദ്യമായി ഒരു ഓട്ടോമൊബൈൽ അഥവാ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ നിർമ്മിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. കക്നോട്ടാണ് എൻ്റെ ആൻസർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്നുള്ളത് ഫ്രാങ്ക്ലിൻ നിക്കോളാസ് ജോസഫ് കക്നോട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഫ്രാൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, വിച്ച് ഈസ് ദ കൺട്രി ബിൽഡ് ദ ഫസ്റ്റ് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ എന്നുള്ളത്. അത് ഫ്രാൻസാണ്. ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതൊരു സ്റ്റീം എൻജിൻ ആയിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റീം എൻജിൻ. ഈ സ്റ്റീം എൻജിൻ്റെ പ്രത്യേകത 3 വീലർ ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് വെർഷൻ 1770 ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അതായത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കുക. നോട്ട് ആൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലാത്തത്. നമുക്കറിയാം, ഒരു എഞ്ചിനുള്ളിൽ തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. അതായത് ഫ്യൂവൽ കത്തുന്നത് എഞ്ചിനുള്ളിലാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നും, ഫ്യൂവൽ കത്തുന്നത് എഞ്ചിന് പുറത്താണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത് വരുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ്, വാങ്കൽ, റോട്ടറി. ഇതെല്ലാം സ്റ്റീം എഞ്ചിൻ എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. അപ്പോൾ ആൻസർ സ്റ്റീം എഞ്ചിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ടറി ഗ്യാസ് ടർബൈൻ വർക്ക്സ് ഉണ്ടാകും. ഒരു റോട്ടറി ഗ്യാസ് ടർബൈൻ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. റോട്ടറി ഗ്യാസ് ടർബൈൻ എന്നുള്ളത് അറിയാം, ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിനുള്ളിൽ തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കംപ്രസറും ടർബൈനുമാണ്. അതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ഇതൊരു ടർബൈനാണ്. ടർബൈൻ്റെ വർക്ക് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കംപ്രസറാണിത്. കംപ്രസറിൻ്റെ ഫങ്ഷൻ എന്നുള്ളത് ലോ പ്രഷർ എയറിനെ, ഇവിടുത്തെ എയറിൻ്റെ പ്രത്യേകത ലോ പ്രഷർ ആയിരിക്കും. ഈ ലോ പ്രഷർ എയറിനെ ഹൈ പ്രഷർ ആക്കിയിട്ട് ഇതൊരു കമ്പസ്റ്റൻ ചേമ്പറാണ്. CC എന്നുള്ളത് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് നൽകുകയാണ്. കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ വെച്ചിട്ട് ഫ്യൂവൽ സപ്ലൈ ചെയ്യുകയാണ്. ഹൈ പ്രഷർ എയറിലോട്ട് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ഫലമായിട്ട് കമ്പസ്റ്റൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈ പ്രഷർ എനർജി എക്സ്പാൻഷൻ ടർബൈനുള്ളിൽ വെച്ച് നടന്ന് ഷാഫ്റ്റ് വർക്ക് പുറത്തു തരികയാണ് ചെയ്യുന്നത്. ഇത് ടർബൈൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കംപ്രസർ വർക്ക് ചെയ്യിക്കുന്നത്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കണം. ടർബോ ജെറ്റാണ്. എയർക്രാഫ്റ്റ് എൻജിൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ വർക്കിംഗ് മീഡിയം നമ്മൾ അറിഞ്ഞിരിക്കണം. വർക്കിംഗ് മീഡിയം എന്നുള്ളത് എയറാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് പറയാം. റോട്ടറി ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്നുള്ളത് ബ്രൈറ്റൺ സൈക്കിളാണ്. ബ്രൈറ്റൺ സൈക്കിളിനുള്ളിൽ ഒരു ടർബൈൻ ഉണ്ടാവും, കംപ്രസർ ഉണ്ടാവും, കമ്പസ്റ്റൻ ചേമ്പർ ഉണ്ടാവും. കംപ്രസർ ലോ പ്രഷർ എയറിനെ ഹൈ പ്രഷർ ആക്കിയിട്ട് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് നൽകുന്നു. അവിടേക്ക് ഫ്യൂവലിനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കമ്പസ്റ്റൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈ പ്രഷർ എനർജി ഉപയോഗിച്ചിട്ട് ടർബൈനുള്ളിൽ വെച്ചിട്ട് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഈ ഷാഫ്റ്റ് വഴി പുറത്തുള്ള എനർജി കിട്ടും. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഇതാണ്. അതായത് ടർബൈൻ്റെ വർക്ക് വെച്ചിട്ടാണ് കംപ്രസർ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ വർക്കിംഗ് മീഡിയം എന്നുള്ളത് എയറുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒരു ഓട്ടോമൊബൈലിലെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏത്? നമുക്കറിയാം എൻജിനുള്ളിലെ പവർ, ഫ്ലൈ വീല്, അതുപോലെ തന്നെ ക്ലച്ച്, മറ്റൊന്ന് ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അത് വന്നിട്ട് യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്, ഡിഫറൻഷ്യൽ, ആക്സിൽസ്, അതുവഴി വീല്. ഇതാണ് അതിൻ്റെ കമ്പോണൻസ്. ഇവിടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ക്ലച്ച്, അതുപോലെ തന്നെ ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ. ഈ സ്റ്റിയറിംഗ് എന്നുള്ളത് ആണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലായിട്ടുള്ളത്. സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റം, ഇതൊരു കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ മറ്റൊരു കൺട്രോൾ സിസ്റ്റമാണ് ബ്രേക്ക് എന്നുള്ളത്. ആൻസർ ഡി ആണ് സ്റ്റിയറിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണക്ഷൻ വിത്ത് വാങ്കൽ എഞ്ചിൻ? വാങ്കൽ എഞ്ചിനുമായി ബന്ധമില്ലാത്തത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോട്ട് എ കണക്ഷൻ വിത്ത് വാങ്കൽ എഞ്ചിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്ഷൻ വിത്ത് വാങ്കൽ എഞ്ചിൻ ആണെങ്കിൽ ഉള്ള ആൻസർ വേറെ ആയിരിക്കും. നോട്ട് എ കണക്ഷൻ വിത്ത് വാങ്കൽ എഞ്ചിൻ എന്ന് വെച്ചാൽ വാങ്കൽ എഞ്ചിനുമായി ബന്ധമില്ലാത്ത കാര്യം താഴെ പറയുന്നവൻ ഏതാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോർ യൂണിഫോം ടോർക്കാണ് വാങ്കൽ എഞ്ചിനകത്തു നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ്. മോർ യൂണിഫോം ടോർക്കാണ്, ലെസ് വൈബ്രേഷനാണ്, അതുപോലെ തന്നെ ഇൻലെറ്റ് എക്സോസ്റ്റ് എന്നുള്ളത് അതിൻ്റെ വാങ്കൽ എഞ്ചിൻ്റെ ഹൗസിങ്ങിൻ്റെ ബോട്ടത്തിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്നുള്ളത് ഹൈ വെയിറ്റ് ആണ്. സാധാരണ രീതി വാങ്കൽ എഞ്ചിൻ ചെറിയ സൈസാണ്, അതിൻ്റെ വെയിറ്റ് എന്നുള്ളത് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നോട്ട് എ കണക്ഷൻ വിത്ത് വാങ്കൽ എഞ്ചിൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്നുള്ളത് ഹൈ വെയിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഈസ് ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ഒരു എൻജിൻ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് പിസ്റ്റൺ TDC നിൽക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഈ പൊസിഷൻ എന്നുള്ളത് പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, അത് TDC ആണ്. TDCയുടെ ഫുൾ നെയിം എന്നുള്ളത് ടോപ്പ് ഡെഡ് സെൻറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻ ദ പിസ്റ്റൺ ഈസ് ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. അതായത് ഒരു പിസ്റ്റൺ അതിൻ്റെ ലോവസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കണ്ടീഷനിലെ ആ പൊസിഷന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് BDC ആണ്. BDCയുടെ ഫുൾ ഫോം എന്നുള്ളത് ബോട്ടം ഡെഡ് സെൻറ്റർ ആണ്. ഇവിടുത്തെ ആൻസർ എന്നുള്ളത് A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പിസ്റ്റൺ ഇൻ മൂവിങ് ഫ്രം TDC ടു BDC. TDC നിന്ന് BDCയിലോട്ട് ഒരു പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരത്തിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്ട്രോക്ക് ലെങ്ത് ആണ്. സ്ട്രോക്ക് ലെങ്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു 2R ആണ്. R എന്നുള്ളത് ക്രാങ്ക് റേഡിയസ് ആണ്. ഇവിടെ പിസ്റ്റൺ TDC നിന്ന് BDCയിലോട്ട് വരുമ്പോൾ അത് സെപ്റ്റ് ചെയ്യുന്ന വോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സെപ്റ്റ് വോളിയമാണ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സ്ട്രോക്ക് ലെങ്ത് മീൻസ് BDC ടു TDC ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇവിടെ L ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ എഫക്റ്റീവ് പ്രഷർ ഒബ്റ്റെയിൻഡ് ഫ്രം എൻജിൻ ഇൻഡിക്കേറ്റ്സ്. അതായത് ഒരു എൻജിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന മീൻ ഇഫക്റ്റീവ് പ്രഷർ എന്താണ്, ഏത് ടൈപ്പ് പ്രഷറാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇതൊരു ആവറേജ് പ്രഷറാണ്. ഇത് കിട്ടുന്നത് പവർ സ്ട്രോക്കിലാണ്. ഇത് ഏരിയ ഓഫ് ദ എൻജിൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്ലെനിമീറ്റർ എന്നുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന് കംപ്രഷൻ റേഷ്യോ ഓഫ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യം എന്താണ് കംപ്രഷൻ റേഷ്യോ എന്ന് അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ഒരു എൻജിൻ സിലിണ്ടർ ആണെങ്കിൽ ഇത് പിസ്റ്റൻ്റെ BDC ആണ്, ബോട്ടം ഡെഡ് സെൻറ്റർ ആണ്. ഇത് പിസ്റ്റൻ്റെ TDC ആണ്, ടോപ്പ് ഡെഡ് സെൻറ്റർ ആണ്. കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് BDC തൊട്ട് TDC വരെയുള്ള ഈ വോളിയം അതിനെയാണ് സെപ്റ്റ് വോളിയം VS എന്ന് പറയുന്നത്. പിസ്റ്റൻ്റെ മുകളിലുള്ള വോളിയം എന്നുള്ളത് ക്ലിയറൻസ് വോളിയം. ഇപ്പോൾ ടോട്ടൽ വോളിയം കംപ്രഷൻ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്ന R ആണെങ്കിൽ ടോട്ടൽ വോളിയം എന്നുള്ളത് VS പ്ലസ്
വി സി ആണ്. അതായത് ഈ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്റർ നിൽക്കുമ്പം അതിന് മുകളിലോട്ടുള്ള മൊത്തത്തിലുള്ള വോളിയം വി എസ് പ്ലസ് വി സി ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം വി സി ആണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് എയർ ഇൻ സിലിണ്ടർ ബിഫോർ കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിന് മുമ്പുള്ള വോളിയം, അതായത് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബി ഡി സിയിലാണ് പിസ്റ്റൺ, മുകളിലോട്ട് സഞ്ചരിച്ച് പരമാവധി എത്തുന്ന ഹൈറ്റാണ് ടി ഡി സി എന്നുള്ളത്. അപ്പോൾ കംപ്രഷന് മുമ്പ് ഉള്ള ടോട്ടൽ വോളിയം വി എസ് പ്ലസ് വി സി ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ കംപ്രഷൻ സ്ട്രോക്കിന് ശേഷം പിസ്റ്റൺ എത്തി നിൽക്കുന്നത് ടി ഡി സിയിലായിരിക്കും. അന്നേരം പിസ്റ്റൻ്റെ മുകളിലുള്ള വോളിയമാണ് വി സി. അപ്പോൾ ആൻസർ ഫസ്റ്റാണ്, അത് റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് എയർ ഇൻ സിലിണ്ടർ ബിഫോർ കംപ്രഷൻ സ്ട്രോക്ക് ആൻഡ് ആഫ്റ്റർ കംപ്രഷൻ സ്ട്രോക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് എ 4-stroke എഞ്ചിൻ. ഒരു എഞ്ചിനുള്ളിൽ മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനെയാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്നുള്ളത് PLAN/60 ആണ്. ഇത്രയും വാട്ടാണ്. ഇവിടെ RPM എന്നുള്ളത് N ഡിനോട്ട് ചെയ്യുന്നത് RPM ആണ്, അതായത് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. P എന്നുള്ളത് മീൻ ഇഫക്റ്റീവ് പ്രഷറാണ്. A എന്നുള്ളത് ഏരിയ ഓഫ് ദ പിസ്റ്റൺ ആണ്, അത് തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്. ഇത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 60 എന്നുള്ളത് റെവല്യൂഷൻസ് പെർ മിനിറ്റിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ആൻസറിനകത്ത് 60 ടേംസ് ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ റെവല്യൂഷൻസ് പെർ സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് വരുമ്പോഴത്തേന് PLAN മാത്രമേ വരത്തുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന 4-stroke എൻജിൻ ആകുമ്പം അതിൻ്റെ N എന്നുള്ളത് N/2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് എന്നുള്ളത് ടോട്ടൽ ഉണ്ടാകുന്ന റെവല്യൂഷൻ്റെ പകുതിയായിരിക്കും. അതായത് ഒരു 4-stroke എൻജിൻ 2 റെവല്യൂഷൻസ് കൂടുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. 4-strokeൽ 2 റെവല്യൂഷൻസ് ആണ് ഒരു പവർ സ്ട്രോക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്നുള്ളത് PLN/2 ആണ്. PLAN/2 ആണ്. ഇവിടെ 2-stroke വാഹനമായിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ PLAN മാത്രം ആയിരിക്കും. അതായത് അവിടുത്തെ വർക്കിംഗ് സ്ട്രോക്ക് എന്നുള്ളത് 2 സ്ട്രോക്ക് കൂടുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് കിട്ടുമ്പം നമ്പർ ഓഫ് റെവല്യൂഷൻസിന് തുല്യമായിരിക്കും നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് എന്നുള്ളത്. ഇവിടെ അതിൻ്റെ പകുതി മാത്രം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ പവർ ഡെവലപ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഇൻ ദ കമ്പസ്റ്റൻ ചേമ്പർ. ഒരു കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തത്തിലുള്ള പവറിന് പറയുന്ന പേര് അതറിയാം, ഇൻഡിക്കേറ്റഡ് പവറാണ്. ദ ബ്രേക്ക് പവർ ഈസ് ദ പവർ അവൈലബിൾ. ബ്രേക്ക് പവർ എന്നുള്ളത് എവിടെ ലഭിക്കുന്ന പവറാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഒരു എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ ബ്രേക്ക് പവർ ആയിരിക്കും. അതല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഫ്ലൈ വീലിൽ കിട്ടുന്ന പവറും ബ്രേക്ക് പവർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈപ്പോത്തറ്റിക്കൽ പ്രഷർ വിച്ച് ഈസ് തോട്ട് ടു ബി ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ ത്രൂ ഔട്ട് ദ പവർ സ്ട്രോക്ക് ഈസ് കോൾഡ്. അതായത് ഒരു പവർ സ്ട്രോക്കിൽ പിസ്റ്റണിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറിനെ വിളിക്കുന്ന പേര് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, മീൻ ഇഫക്റ്റീവ് പ്രഷർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് മീൻ ഇഫക്റ്റീവ് പ്രഷർ. 2 പേരും സെയിം തന്നെയാണ്, IMEP. ഇവിടെ മറ്റൊരു പോയിന്റ്, ടോട്ടൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ എന്നുള്ളത് ഇൻഡിക്കേറ്റഡ് പവറാണ്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHP മൈനസ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ FHP എടുക്കുമ്പോഴാണ് ഒരു എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ലഭിക്കുന്ന ബ്രേക്ക് ഹോഴ്സ് പവർ ലഭിക്കുന്നത്. ഇക്വേഷൻ ഏതെങ്കിലും രീതി വരാം, ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. ഇത് തിരിച്ചു എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ പ്ലസ്
HP ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണക്ഷൻ വിത്ത് വാങ്കൽ എൻജിൻ? ക്വസ്റ്റ്യൻ നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ആൻസർ ഹൈ വെയിറ്റ് ആണ്, അതായത് ഭാരം കുറവായിരിക്കും വാങ്കൽ എൻജിന്. ഇവിടെ തന്നിട്ടുള്ളത് നോട്ട് എ കണക്ഷൻ ആയതുകൊണ്ട് ആൻസർ ഹൈ വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് n is the number of cylinders and Vs is a piston displacement, then engine capacity is. n നമ്പേഴ്സ് ഉള്ള സിലിണ്ടേഴ്സിൻ്റെ കേസാണ്, അതായത് മൾട്ടി സിലിണ്ടറാണ്. VS എന്നുള്ളതിൻ്റെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ചിത്രത്തിൽ എൻജിൻ സിലിണ്ടർ അതിൻ്റെ പിസ്റ്റൺ മോഷൻ മൂവ് ചെയ്യുന്ന വോളിയത്തിനെയാണ്, അതായത് BDCന്ന് TDCയിലോട്ട് പോകുന്ന വോളിയത്തിനെയാണ് സെപ്റ്റ് വോളിയം അഥവാ VS ഡിനോട്ട് ചെയ്യുന്നത്. സെപ്റ്റ് വോളിയം എന്നുള്ളത് സിലിണ്ടറിൻ്റെ ഏരിയ πr² ഇൻറ്റു സഞ്ചരിക്കുന്ന ദൂരം. സപ്പോസ് L ആണ് എങ്കിൽ സെപ്റ്റ് വോളിയം എന്നുള്ളത് πr² ഇൻറ്റു L ആണ്. ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് VS എന്നുള്ള ലെറ്ററാണ്. n സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ സെപ്റ്റ് വോളിയം എന്നുള്ളത് ഒരു സിലിണ്ടറിൻ്റെ സെപ്റ്റ് വോളിയം VS ഇൻറ്റു n നമ്പേഴ്സാണ്. ആൻസർ കറക്റ്റ് n ഇൻറ്റു VS ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ബാർ ഈസ് ഈക്വൽ ടു. അപ്പം 1 ബാർ എന്നുള്ളത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ സാധാരണ രീതി 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബാറാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 ബാർ എന്നുള്ളത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ തന്നിട്ടുള്ള ആൻസറിനകത്ത് 100 കിലോ പാസ്കൽ കറക്റ്റാണ്. കാരണം ഒരു പാസ്കൽ എന്നുള്ളത് 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ വരുമ്പം 1 അല്ലെങ്കിൽ കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ തന്നിട്ടുള്ള ഉത്തരത്തിനകത്ത് 100 കിലോ പാസ്കൽ, 100 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ 100 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. ഇവിടെ 100 ഇൻറ്റു 10⁵ എന്ന് പറയുമ്പം 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ 1 ബാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ബ്രേക്ക് പവർ. ബ്രേക്ക് പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രേക്ക് പവർ രണ്ട് രീതിയിൽ പറയാം, ഹോഴ്സ് പവറായിട്ട് പറയാം. ഇവിടെ തന്നിട്ടുള്ളത് കിലോ വാട്ട് എന്നുള്ളതാണ്. സാധാരണ രീതി പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇവിടെ തന്നിട്ടുള്ളതിനകത്ത് കിലോ ചേർത്തിട്ടുള്ള യൂണിറ്റ് ആയതുകൊണ്ട് കിലോ വാട്ടാണ് എൻ്റെ കറക്റ്റ് ആൻസർ. താങ്ക് യു.